പുതിയ ക്രിമിനൽ നിയമങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ചർച്ച ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നീറ്റ് ക്രമക്കേടിൽ കെ രാധാകൃഷ്ണൻ എംപിയും ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ സിബി തരും ദില്ലിയിൽ നിന്ന്. സിബി, ഈ ഒരു നിയമം പാസാക്കിയതിനെ സംബന്ധിച്ച് അങ്ങേയറ്റം വിമർശനം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഇത്രയും സുപ്രധാനമായ ഈ രാജ്യത്തെ ഓരോ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു നിയമം പാർലമെന്റിൽ ഒരു ചർച്ചയും കൂടാതെ പാസാക്കി എടുത്തുകൊണ്ട് പോയ ഒരു BJP സർക്കാരിൻ്റെ ഏകാധിപത്യ നിലപാടിനെതിരെ അന്ന് തന്നെ പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. MPമാർ സസ്പെൻഷനിലായിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഈ നിയമങ്ങൾ സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ്. സിബി, തീർച്ചയായും ഷമ്മ, അത് തന്നെയാണ്. കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന കാലയളവിലായിരുന്നു യാതൊരു ചർച്ചയും കൂടാതെ അന്ന് MPമാരെ ലോക്സഭയിലും രാജ്യസഭയിലും MPമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയ ശേഷമായിരുന്നു ഈ ഒരു 164 വർഷം പഴക്കമുള്ള ഈ ഒരു നിയമസംഹിത പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ഈ ഒരു പുതിയ നിയമം ഈ പാർലമെൻറ്റിൽ പാസ്സാക്കിയത് ഒരു നിയമമാക്കി മാറ്റിയത്. എന്തായാലും ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ ഈ കാലയളവിൽ തന്നെ അതൊരു നിയമമായി വരികയും ചെയ്തു. ഇന്ന് അപ്പോൾ അത് ദില്ലിയിലെ ഒരു തെരുവോരത്തിൽ കിടക്കുന്ന ഒരു വഴിക്കച്ചവടക്കാരൻ്റെ മേൽ ആദ്യ ക്രിമിനൽ കേസ് ചാർത്തിക്കൊണ്ട് ആ നിയമം പ്രാബല്യത്തിലാക്കിയിരിക്കുകയാണ് മോദി സർക്കാർ. എന്തായാലും ഇതിനെതിരെ പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഈ ഒരു നിയമം പാസ്സാക്കിയ നടപടി ഇത് കൃത്യമായി പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ മനീഷ് തിവാരി MP, കോൺഗ്രസിൻ്റെ MP, അദ്ദേഹം ഇന്നിപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കൃത്യമായി ഇത് ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി അടക്കം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. മറ്റുള്ള സമാജ്വാദി പാർട്ടിയും CPM അടക്കമുള്ള എല്ലാ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. അന്ന് തന്നെ ഈ നിയമം പാസ്സാക്കുമ്പോൾ തന്നെ ഈ ഒരു ക്രിമിനൽ കേസിൽ ഈ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇത് പാർലമെന്റിൽ കൃത്യമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ തവണ ഭൂരിപക്ഷമുള്ള സർക്കാർ അത് കൃത്യമായി ഏകാധിപത്യപരമായി തന്നെ ആ ഒരു നിയമം പാസ്സാക്കിയെടുക്കുകയായിരുന്നു. ഇന്നിപ്പോൾ പാർലമെന്റ് ആരംഭിക്കുമ്പോൾ ഇന്ന് ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ഈ ക്രിമിനൽ നടപടിയുമായി ബന്ധപ്പെട്ട കേസ്, മറ്റൊന്ന് നെറ്റ് പരീക്ഷാ ക്രമക്കേട്. നെറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളിയാഴ്ചയും ഒടുവിൽ പാർലമെന്റ് സമ്മേളനം ചേരുമ്പോൾ ലോക്സഭയും രാജ്യസഭയും അന്ന് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും ലോക്സഭ പിന്നീട് 12 മണിക്ക് ശേഷം പിരിഞ്ഞു പോവുകയും രാജ്യസഭയിൽ പ്രതിപക്ഷം വാക്കൗട്ട് നടത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കെ രാധാകൃഷ്ണൻ MP, CPIMൻ്റെ കെ രാധാകൃഷ്ണൻ MP അടക്കം ഇന്നിപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ നെറ്റ് വിഷയങ്ങളിലെ ക്രമക്കേട് പുറത്തു വരുന്നതിന് വേണ്ടി അത് കൃത്യമായി പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ രാഷ്ട്രപതി നന്ദി പ്രമേയ ചർച്ചയായിരിക്കും ഇന്നത്തെ അജണ്ട എന്ന് സർക്കാരും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ഇന്ന് പാർലമെന്റിൽ നടപടികൾ ആരംഭിക്കുക. എന്തായാലും ഈ രണ്ട് വിഷയങ്ങളും ഇന്ന് പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മോദി സർക്കാരിനെ സംബന്ധിച്ച് ആദ്യ ലോക്സഭാ സമ്മേളനം തന്നെ ഇത്തരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഈ പ്രധാനപ്പെട്ട വിഷയം, ഒന്ന് യുവാക്കളെ ബാധിക്കുന്ന നെറ്റ് വിഷയം, മറ്റൊന്ന് രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന നിയമസംഹിത, ഈ രണ്ട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും മോദി സർക്കാർ ആടിയുരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ വലിയ പ്രതിരോധത്തിലേക്ക് നരേന്ദ്രമോദിയും BJP മാറുകയാണ്. ഇന്ന് പാർലമെന്റിൽ അത് വലിയ പ്രതിഷേധമായി മാറുകയും ചെയ്യും. ഇന്ന് രാവിലെ 11 മണിയോടെ ലോക്സഭ ആരംഭിക്കുകയാണ്. ലോക്സഭയിൽ പ്രധാനമായും മനീഷ് തിവാരി MP ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ രംഗത്ത് വരികയും ചെയ്യും. അതേസമയം തന്നെ നെറ്റ് വിഷയം കൂടി പ്രതിപക്ഷം ഉയർത്തുന്നതോടെ പാർലമെന്റ് ഇന്നും നടപടികൾ തടസ്സപ്പെടാൻ തന്നെയാണ് സാധ്യത. ഷമ്മി, സിബിയാണ് പാർലമെന്റിലെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയത്.